നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ഫോട്ടോ ഞാനൊരു മൊബൈൽ ആപ്പിൽ കയറ്റി ചേഞ്ച് വരുത്തിയപ്പോഴാ എനിക്ക് മനസ്സിലായത് ഈ നിൽക്കുന്നത് പാർവതിയുടെ അച്ഛനാണെന്ന്. കുട്ടി, എന്ത് വിഡ്ഢിത്വമായി വിളിച്ചു പറയുന്നത്? പാർവതി എന്റെ മകളാണെന്നോ? ഒരിക്കലും അല്ല. എനിക്കിങ്ങനെ ഒരു മകളില്ല. അല്ല, അപ്പൊ ആ പഴയ ഫോട്ടോ കാണിച്ചിട്ട് ഇതെന്റെ അച്ഛനാണെന്ന് കരുതിക്കൊള്ളാൻ പാർവതി പറഞ്ഞതോ? ആ അതെ അതെ, അത് പാർവതി പറഞ്ഞു. അത് ഞാനും കേട്ടതാ. അച്ഛനെ പോലെ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതല്ലാതെ അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞോ? ഗാഗി, ശേഖരൻ പറഞ്ഞത് നീ കേട്ടില്ലേ? പാർവതി മകളല്ലെന്ന്. പാർവതിയും നീ പറഞ്ഞതിനെ അംഗീകരിക്കുന്നില്ല. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നീ പറഞ്ഞത് വെറും പൊട്ടത്തരമാണെന്നോ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ അനാവശ്യങ്ങൾ പറയാൻ നിൽക്കരുത് നീ. പാർവതിയുടെ അച്ഛൻ ശങ്കരശാസ്ത്രിയുടെ മകനാണ്. അയാൾ എന്നെ നാടുവിട്ടുപോയി. അതിനുശേഷം അയാളെ ആരും കണ്ടിട്ടില്ല. ശേഖരനെ പാർവതി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കരുതി ശേഖരൻ പാർവതിയുടെ അച്ഛനാവോ? വെറുതെ ഇല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് സൂക്ഷിച്ചു വേണം. അമ്മ പറഞ്ഞത് അതിന്റെ ശരി. ഗാർഗി, നീ കാണിച്ചത് വലിയ മര്യാദകേടായിപ്പോയി. ഇതായിരുന്നോ നിന്റെ മൊഹോ രഹസ്യം? സംഗതി ചീറ്റിപ്പോയല്ലോ മോളെ. പാർവതി, ഇവള് പറയുന്ന ആ ഫോട്ടോ എവിടെ? അത് ഞാൻ കീറിക്കളഞ്ഞു. കീറിക്കളഞ്ഞോ? അതെ, കീറിക്കളഞ്ഞു. നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിനുള്ള മറുപടിയും കിട്ടിയല്ലോ. ഇനിയിപ്പം സദസ്സ് പിരിച്ചുവിടാമല്ലോ. ഇനിയും ഇവളുടെ വെട്ടിത്തരത്തിന് ചെവി കൊടുക്കാതെ എല്ലാവരും അവനവന്റെ കാര്യം നോക്കി പോകാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.